ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു സദ്യ സ്പെഷ്യൽ പച്ചടി റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓണമൊക്കെ വരികയല്ലേ, വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി റെസിപ്പിയാണിത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: തേങ്ങ, പച്ചമുളക്, ഇഞ്ചി പച്ചടിയാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇഞ്ചി ഈ ഒരു ചെറിയ കഷ്ണം, പച്ചമുളക്, കടുക്, ജീരകം, കറിവേപ്പില, തൈര് ഈ ഒരു ചെറിയ പാക്കറ്റാണ് എടുക്കുന്നത്, വെളിച്ചെണ്ണ. ഫസ്റ്റ് നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഈ പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ, ഇല്ലെങ്കിൽ അത് പൊട്ടിത്തെറിക്കും, കണ്ണിലൊക്കെ ആവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വാട്ടിയെടുക്കുക പച്ചമണം മാറുന്നത് വരെ. അത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും പിന്നെ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഒന്ന് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. തേങ്ങ ഒന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് ജീരകം ചേർത്തിട്ടൊന്ന് അരക്കുക. ജീരകം ചേർത്ത് അരച്ചതിന് ശേഷം കടുകും കൂടി ചേർത്ത് ഒന്ന് അരക്കുക. ഇതെല്ലാം ആദ്യം തന്നെ അരച്ചാൽ കയ്പ്പ് വന്നു, അതുകൊണ്ടാണ് ലാസ്റ്റ് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. കടുക് കൂടി അരച്ചതിന് ശേഷം അരപ്പ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞാൽ ഇതൊന്ന് താളിച്ചിടാം കടുകിൽ. അതിനുവേണ്ടി ചീനച്ചട്ടി വെച്ച് ചൂടാക്കിയതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് വറ്റൽമുളക്, കുറച്ച് തേങ്ങ, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.